നമസ്കാരം. തമ്മിലടി എല്ലാ പാർട്ടികളെയും പോലെ ഇതാ BJP-യിലും ഉണ്ടാകുന്നു. മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന BJP-ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിനായി ഏറെക്കാലമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന BJP ഇനി കോൺഗ്രസ് മുക്ത BJP-ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ NDA-യുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് മണ്ഡലം കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന വേളയിലാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് വന്ന പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടകയാക്കി അതിനെ തുടർന്ന് വേദിയിലുണ്ടായിരുന്ന CK പത്മനാഭന് അത് നിലവിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളിലൊക്കെ ചില വൈമുഖ്യമുണ്ടാകുന്നു. അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. BJP-യുടെ ദേശീയ സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പത്മനാഭനെ വേദിയിലിരുത്തിക്കൊണ്ട് പത്മജ ഉദ്ഘാടകയാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് ഒരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ അതൃപ്തിക്ക് പാത്രമാവുകയും അങ്ങനെ വലിയ അതൃപ്തി ഉയർന്നു വരികയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്ന CK പത്മനാഭൻ പിന്നീട് ഈ പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ വേദി വിടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? CK പറയുന്നത് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ BJP-യിലേക്ക് ഒഴുകിയെത്തുന്നത്. പത്മജ കൺവെൻഷൻ ചെയ്തതിൽ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതിൽ പരസ്യ പ്രതിഷേധവുമായിട്ടാണ് CK പത്മനാഭൻ രംഗത്ത് വരുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ എത്തുന്നവർ അവർ BJP-യിൽ എത്തുകയും BJP-യിൽ എത്തുമ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം പാർട്ടി നൽകുകയും ചെയ്യുന്നുവെന്ന് വളരെ പരസ്യമാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CK പത്മനാഭൻ തുറന്നടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ഇവിടെ എത്തുകയും അവർക്ക് ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അത് അനിൽ ആൻ്റണി ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ആകട്ടെ, ഇങ്ങനെയുള്ളവർ എത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം മറ്റുള്ളവർ പങ്കെടുക്കുന്ന പല പരിപാടികളിലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പലരെയും മാറ്റിവെച്ചുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് വലിയ സ്ഥാനം നൽകുന്നത് ഒരിക്കലും ശരിയല്ല. അതിനുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ CK പത്മനാഭൻ അറിയിച്ചിരിക്കുന്നത്. പത്മജ നിലവിളക്ക് കൊളുത്തുകയോ കൊളുത്താതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ CK പത്മനാഭൻ പോലൊരു മുതിർന്ന നേതാവിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ മനോഭാവത്തോടുകൂടി ആ വേദി വിട്ടിറങ്ങിപ്പോവുകയും ചെയ്തത്. ഇതിനുവേണ്ടി ഉദ്ഘാടനമായിട്ട് ആദ്യം ക്ഷണിച്ചത് CK പത്മനാഭനെ ആയിരുന്നുവെന്നാണ് പത്മനാഭൻ അടക്കം പറയുന്നത്. പക്ഷേ അവസാനം ഉദ്ഘാടക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അതൃപ്തി അദ്ദേഹം വളരെ കൃത്യമായി ചിലരോടെങ്കിലും പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചത് എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, BJP-ക്ക് അച്ചടക്കവും ഒപ്പം തന്നെ പ്രോട്ടോക്കോളും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അത് ലംഘിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇവിടെ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ പത്മജയാണെങ്കിലും അനിൽ ആൻ്റണി ആണെങ്കിലും അതുപോലുള്ള ആളുകൾ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആ പാർട്ടി വിട്ട് BJP-യിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കൈപ്പറ്റിയവരാണ് അവിടെ നിന്നിപ്പോൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത്. ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ അത് ഇനിയെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയാണ്. പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ വളരെ വലിയ അമർഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. CK പത്മനാഭൻ്റെ ഈ പ്രതിഷേധത്തോട് അണികൾ യോജിക്കുന്നുണ്ട്. സംഭവത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് BJP-യുടെ ജില്ലാ നേതൃത്വം പറയുന്നത്. കാരണം ഉദ്ഘാടനത്തിനായിട്ട് ആദ്യമേ ക്ഷണിച്ചിരുന്നത് പത്മജയെ തന്നെയാണ് എന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വാദം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനുത്തരം പറയേണ്ടി വരും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ. കാരണം പാർട്ടിയിൽ ഒന്നുമല്ല അല്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ലാതായിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം നടത്തിയ നേതാക്കളെ വഴിയിൽ ചവിട്ടിത്തള്ളിക്കളയുന്ന ഒരു സമീപനം ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാക്കളടക്കം നിശബ്ദരായി മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. മറ്റു പാർട്ടികളിലെ അധികാര കൊതിയന്മാരായിട്ടുള്ളവരാണ് ഇപ്പോൾ ആ പാർട്ടി വിട്ട് ഇവിടെ BJP-ക്ക് അധികാരമുള്ളതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നുകൂടി പറയട്ടെ. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സ്വീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് ഈ പത്മജ വേണുഗോപാൽ തന്നെ ഏകദേശം 3 ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും മാറി മാറി സ്ഥാനാർത്ഥിയായതാണ്. പക്ഷേ ഒരിടത്തും വിജയിക്കാൻ കഴിയാതായി പോയത് അവരുടെ ഗതികേടുമാണ്, അവർക്കുള്ള ജനപിന്തുണ ഇല്ലായ്മയുമാണ്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് ഏതൊക്കെ പദവികൾ ലഭിക്കാമോ ആ പദവികളൊക്കെ ലഭിച്ച്
അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിനു ശേഷം ഇനി അവർക്കൊരിക്കലും അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ അധികാരത്തിലുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ ഇനി അധികാരത്തിലിരിക്കാൻ പോകുന്ന പ്രസ്ഥാനം BJP ആണ് എന്നും ആ BJPയിലേക്ക് ചേക്കാറാം എന്നും കരുതി കോൺഗ്രസിലെയും ഒപ്പം തന്നെ CPMയിലെയും പല നേതാക്കളും ഇപ്പോൾ CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തുന്നത് എന്ന് CK പത്മനാഭൻ പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധേയമാണ്. മാത്രമല്ല അധികാര കൊതിയന്മാരായിട്ടുള്ളവർ തന്നെയാണ് മറ്റു പാർട്ടികളിൽ നിന്നും ചാടി BJPയിലേക്ക് എത്തുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ CKP പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ശ്രമിച്ചത് എങ്കിൽ ഇനി കോൺഗ്രസ് മുക്ത BJPക്ക് വേണ്ടി ശ്രമിക്കേണ്ടി വരുമെന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും അധികാര കൊതിയന്മാരാണ്, പണത്തിന് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവന്മാരാണ്. അതുകൊണ്ട് തന്നെ അവന്മാർ ഇനിയും വരും ഈ പാർട്ടിയിൽ വിട്ട്, അതായത് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരും. അങ്ങനെ വിട്ടുവരുന്നവരെ എവിടെ ഇരുത്തണമെന്ന് ഇനിയെങ്കിലും ഈ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും മനസ്സിലാക്കേണ്ടതുണ്ട്, അവർ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ കൂടിയും അതിൻ്റെ ദേശീയ നേതൃത്വം BJPയുടെ ദേശീയ നേതൃത്വം ഇടപെട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ പാർട്ടി നാളത്തെ മറ്റൊരു കോൺഗ്രസ് ആയി തീരും, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. അതോടുകൂടി BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി നശിച്ച് നാമാവശേഷമാകും.